ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഹൈഡ്രോളിക്സ് ആൻഡ് ഇറിഗേഷൻ എഞ്ചിനീയറിങ്ങിൻ്റെ സെക്കൻഡ് ക്വസ്റ്റ്യൻ പേപ്പർ CO1 ക്വസ്റ്റ്യൻ പേപ്പർ 2 ആണ് ഡിസ്കസ് ചെയ്യുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ CO1 നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ 1 ഡിസ്കസ് ചെയ്തു. അതേ കോഴ്സ് ഔട്ട്കം തന്നെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ പേപ്പറും കൂടെ നമ്മൾ പഠിക്കുക. അപ്പോൾ ഇതിലും നമ്മൾ അതേപോലെ 30 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻസാണ് മൊത്തം ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നേരത്തെ ചെയ്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ആ ടോപ്പിക്കിൽ നിന്ന് തന്നെ ഏതൊക്കെ ഡിഫറെൻറ്റ് ക്വസ്റ്റ്യൻസ് വരാം എന്നുള്ളതാണ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസാണ് നമ്മളിതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് 7 മാർക്സിൻ്റെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: എ വെഞ്ചുറിമീറ്റർ ഹാസ് എൻ ഏരിയ റേഷ്യോ ഓഫ് 9:1, the large section being 300 mm. During the flow, the recorded pressure head in the large section is 6.5 meter and that at the throat is 4.25 meters. If the meter coefficient C equals 0.99, compute the discharge through the meter. അപ്പോൾ ഇത് ക്വസ്റ്റ്യൻ ആദ്യം നിങ്ങൾ മനസ്സിലാക്കണം. എന്താണ് വെഞ്ചുറിമീറ്റർ എന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. വെഞ്ചുറിമീറ്റർ എന്താണെന്ന് അറിയാലോ? ഇറ്റ്സ് എ ഡിവൈസ് ടു മെഷർ ദ ഡിസ്ചാർജ് ഓഫ് ഫ്ലോ, അല്ലേ? ഡിസ്ചാർജ് ഓഫ് വാട്ടർ. അപ്പോൾ അതിനുപയോഗിക്കുന്ന ഡിവൈസാണ് വെഞ്ചുറിമീറ്റർ. എങ്ങനെയാണ് അതിൻ്റെ ഷേപ്പ്? അതിനൊരു കൺവേർജ് പാർട്ട്, പിന്നെ ത്രോട്ട്, അല്ലേ? അത് കഴിഞ്ഞിട്ട് പിന്നെ എല്ലാത്തിലും ത്രോട്ട്. ഇതാണ് ത്രോട്ട്, അല്ലേ? കൺവേർജൻ്റ് ഡൈവേർജൻ്റ് ടൈപ്പാണ്, അല്ലെ? ഡിസ്ചാർജ് മെഷർ ചെയ്യാൻ ഉപയോഗിക്കുന്ന വെഞ്ചുറിമീറ്റർ. ഇവിടെ വെഞ്ചുറിമീറ്റർ ആസ് എൻ ഏരിയ റേഷ്യോ. ഏരിയ റേഷ്യോ എന്ന് പറഞ്ഞാൽ ഏരിയ അറ്റ് ദ എൻലാർജ്ഡ് ആൻഡ് ഏരിയ അറ്റ് ദ ത്രോട്ട്. അത് നമ്മുടെ റേഷ്യോ ആണ് 9:1 തന്നിട്ടുള്ളത്. The large section being 300 mm. അപ്പോൾ ലാർജ് സെക്ഷൻ്റെ ഏരിയ 300 mm തന്നിട്ടുണ്ട്. ഡയമീറ്റർ ഏരിയ അല്ല, ഡയമീറ്റർ 300 mm. During the flow, the recorded pressure head in the large section, ഇവിടുത്തെ പ്രഷർ ഹെഡ് എത്രയാണ്? 6.5 meters ആണ്. Say H1 is equal to 6.5 meter തന്നിട്ടുണ്ട്. And at the throat is 4.25 meters. 4.25 meter ആണ് H2 ത്രോട്ടിൽ വരുന്ന പ്രഷർ ഹെഡ്. വെഞ്ചുറിമീറ്ററിൻ്റെ കോയിഫിഷ്യൻ്റ് 0.99. അങ്ങനെയാണെങ്കിൽ എന്താ ചോദിച്ചിട്ടുള്ളത്? Q കാണാനാണ്, ഡിസ്ചാർജ് ത്രൂ ദ വെഞ്ചുറിമീറ്റർ. അപ്പോൾ ആദ്യം എന്ത് വേണം? റേഷ്യോ എഴുതുക. A1/A2 ഈസ് ഗിവൺ ആസ് 9. അപ്പോൾ സൊല്യൂഷൻ നോക്കുക നിങ്ങൾ. A1/A2 ഈസ് ഈക്വൽ ടു 9. അപ്പോൾ ആദ്യം ഏരിയ കാണാം, അല്ലേ? ഏരിയ റേഷ്യോ ആണ് 9 തന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടുത്തെ ഡയമീറ്റർ D1 നമുക്ക് 3 മീറ്റർ തന്നിട്ടുണ്ട്. 300 mm അല്ലെങ്കിൽ 0.3 മീറ്റർ ആണ് ഡയമീറ്റർ. അതുപോലെ പ്രഷർ ഹെഡ് 6.5, 4.25. അപ്പോൾ ഏരിയ അറ്റ് ദ ലാർജ് സെക്ഷൻ, സെക്ഷൻ 1 A1 ഈസ് ഈക്വൽ ടു എന്താണ്? π/4 × d² ഈക്വൽസ് π/4 × 0.3², 300 mm or 0.3 മീറ്റർ. അപ്പോൾ അത് നമുക്ക് കിട്ടുന്നു 70.69 × 10⁻³ m². ഏരിയ കിട്ടി. Therefore the area at the smaller section എന്തായിരിക്കും? റേഷ്യോ അറിയാലോ 9. ഇതിനെ എന്ത് ചെയ്യുക? 70.69 × 10⁻³ 9 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് 7.854 × 10⁻³ കാരണം A1/A2 is equal to 9 ആണ്. അപ്പോൾ A1 നമുക്ക് കിട്ടി. A2 കാണാൻ എന്ത് ചെയ്യണം? A2 is equal to A1 divided by 9. അതാണ് നമ്മൾ ചെയ്തത്. A1 divided by 9 ചെയ്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി? രണ്ടാമത്തെ സെക്ഷൻ്റെ ഏരിയ കിട്ടി. ഓക്കെ, ഇനി ഡിഫറൻസ് ഓഫ് പ്രഷർ ഹെഡ്. രണ്ട് സെക്ഷനിലെയും പ്രഷർ ഹെഡ് നമുക്ക് തന്നിട്ടുണ്ട്. സോ ഏരിയ ഓഫ് ഡിഫറൻസ് ഓഫ് പ്രഷർ ഹെഡ്സ് വിൽ ബി ഈക്വൽ ടു H1 - H2. 6.5 - 4.25 ഈക്വൽസ് 2.25 മീറ്റർ. പ്രഷർ ഹെഡിൻ്റെ ഡിഫറൻസ്. Therefore discharge. ഇപ്പോൾ ഡിസ്ചാർജ് കാണാനാണ് ഫോർമുല. എന്താണ് ഡിസ്ചാർജ് കാണാനുള്ള ഫോർമുല? വെഞ്ചുറിമീറ്റർ Q is equal to A1/A2, അല്ലേ? ഡിവൈഡഡ് ബൈ സ്ക്വയർ റൂട്ട് ഓഫ് A1² - A2². CA1/A2. C എന്താണ്? വെഞ്ചുറിമീറ്റർ കോയിഫിഷ്യന്റ്. C × A1/A2 by square root of A1² - A2² into √2GH. ഇതാണല്ലോ വെഞ്ചുറിമീറ്റർ ഡിസ്ചാർജ് കാണാനുള്ള റിലേഷൻ. ആ റിലേഷൻ ഉപയോഗിച്ച് ഇനിയിപ്പോൾ നമുക്ക് ഡിസ്ചാർജ് കാണാം. C is given, A1/A2 നമുക്ക് കിട്ടി, അല്ലേ? G acceleration due to gravity 9.81 and H the pressure head difference. അത് നമ്മൾ കണ്ടു. That's 2.25 മീറ്റർ. അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഡിസ്ചാർജ് കിട്ടുന്നു. Q equals 52 × 10⁻³
52 into 10 raised to minus 3 meter cube per second ആണ് നമുക്ക് കിട്ടുന്നത്. മീറ്ററിലാണ് നമ്മൾ എടുത്തത്, മീറ്റർ ക്യൂബ് പെർ സെക്കൻഡ്. അപ്പോൾ ആൻസർ ഇത് എഴുതിയാൽ മതി. ഇനി ലിറ്റേഴ്സിലേക്കായിട്ട് കൺവേർട്ട് ചെയ്ത് എഴുതണമെന്നുണ്ടെങ്കിൽ, അങ്ങനെ ഇതിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഫൈൻഡ് ദ ഡിസ്ചാർജ് ഇൻ ലിറ്റേഴ്സിനും കൂടി ചോദിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യാൻ, ലിറ്റേഴ്സ് പെർ സെക്കൻഡ് ആക്കാം. അപ്പോൾ ഇത് എന്ത് വരും, 52 ലിറ്റേഴ്സ് പെർ സെക്കൻഡ്. റൈറ്റ്. അപ്പോൾ ലിറ്റേഴ്സ് മീറ്റർ ക്യൂബ് പെർ സെക്കൻഡ് തന്നു കഴിഞ്ഞാൽ ലിറ്റേഴ്സ് പെർ സെക്കൻഡ് ആക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി, അതിന് 10 raised to 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഓക്കെ, മീറ്റർ ക്യൂബ് പെർ സെക്കൻഡ് കിട്ടി. സോ ദാറ്റ്സ് ദ ഫസ്റ്റ് 7 marks ക്വസ്റ്റ്യൻ. ഇറ്റ്സ് എ ക്വസ്റ്റ്യൻ ഫ്രം വെഞ്ചുറി മീറ്റർ. വെഞ്ചുറി മീറ്ററിൽ ഡിസ്ചാർജ് കാണാനുള്ള റിലേഷൻ ഉപയോഗിച്ചാണ് അത് ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഡിഫൈൻ ദ ഫ്ലൂയിഡ് പ്രോപ്പർട്ടീസ്. രണ്ട് ഫ്ലൂയിഡ് പ്രോപ്പർട്ടീസ് എക്സ്പ്ലെയിൻ ചെയ്യാനും ഡിഫൈൻ ചെയ്യാനാണ്. ഫ്ലൂയിഡ് പ്രോപ്പർട്ടീസ് നമ്മൾ കുറേ പഠിച്ചല്ല. ഫസ്റ്റ് ടോപ്പിക്കിൽ തന്നെ CO1 സ്പെസിഫിക് ഗ്രാവിറ്റി, മാസ് ഡെൻസിറ്റി, അല്ലേ, വെയ്റ്റ് ഡെൻസിറ്റി, ക്യാപ്പിലാരിറ്റി, അങ്ങനെ ഇതിൽ എന്തൊക്കെ ചോദിച്ചിട്ടുള്ളത് രണ്ടെണ്ണമാണ്, സർഫസ് ടെൻഷൻ ആൻഡ് ക്യാപ്പിലാരിറ്റി. ഇത് രണ്ടും ഡിഫൈൻ ചെയ്ത് എഴുതാൻ വേണ്ടിയിട്ടാണ് 7 marks. അപ്പോൾ 2-3 സെൻറ്റൻസ് എങ്കിലും എഴുതണം ഓരോന്നിലും, അപ്പോഴാണ് 7 മാർക്ക് കിട്ടുന്നത്. എന്താണ് ക്യാപ്പിലാരിറ്റി എന്ന് പറഞ്ഞാൽ, എന്താണ് സർഫസ് ടെൻഷൻ, എന്താണ് രണ്ടും. ആദ്യം സർഫസ് ടെൻഷൻ എന്താണ് വരുന്നത്, എ ലിക്വിഡ് ക്രിയേറ്റ്സ് എൻ ഇന്റർഫേസ് വിത്ത് ദ സെക്കൻഡ് ലിക്വിഡ് ഓർ ഗ്യാസ്. ദ സർഫസ് എനർജി പെർ യൂണിറ്റ് ഏരിയ ഓഫ് ദ ഇന്റർഫേസ് ഇസ് നോൺ ആസ് സർഫസ് ടെൻഷൻ. സർഫസ് എനർജി പെർ യൂണിറ്റ് ഏരിയ, ആ ഇന്റർഫേസിൽ വരുന്ന അതാണ് സർഫസ് ടെൻഷൻ. ഇറ്റ് ഈസ് ഓൾസോ ഡിസ്ക്രൈബ് ആസ് ദ ടെൻസൈൽ ഫോഴ്സ് ഓൺ ദ സർഫസ് ഓഫ് ദ ലിക്വിഡ് ഇൻ കോണ്ടാക്ട് വിത്ത് ദ ഗ്യാസ് such that the contact surface acts as a membrane. ആ രണ്ടും തമ്മിലുള്ള കോണ്ടാക്ട് സർഫസ് ആണ് മെമ്പറൈനായിട്ട് ആക്ട് ചെയ്യുന്നത്. അത് അണ്ടർ ടെൻഷൻ ആയിരിക്കും. അതിനെയാണ് നമ്മൾ, ആ സർഫസിൽ ഉണ്ടാകുന്ന ടെൻഷനെയാണ് സർഫസ് ടെൻഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അതിൻ്റെ യൂണിറ്റ് ഫോഴ്സ് പെർ യൂണിറ്റ് ലെങ്ത് ഓർ എനർജി പെർ യൂണിറ്റ് ഏരിയ, രണ്ടും പറയാം. സർഫസ് ടെൻഷൻ ഈസ് ഈക്വൽ ടു ഫോഴ്സ് പെർ യൂണിറ്റ് ലെങ്ത് ഇൻ ന്യൂട്ടൺ പെർ മീറ്റർ. ഫോഴ്സ് ന്യൂട്ടൺ, ലെങ്ത് മീറ്റർ. ഇനി വാട്ട് അബൌട്ട് ക്യാപ്പിലാരിറ്റി? ക്യാപ്പിലാരിറ്റി എന്താണ്, ചെറിയ ട്യൂബിൽ, സ്മോൾ ഡയമീറ്റർ ട്യൂബ്, ദ റൈസ് ഓർ ഫോൾ ഓഫ് ലിക്വിഡ് ഇൻ എ സ്മോൾ ഡയമീറ്റർ ട്യൂബ്സ് ഈസ് ഡ്യൂ ടു മോളിക്കുലർ അട്രാക്ഷൻ, അല്ല, ഈസ് കോൾഡ് ക്യാപ്പിലാരിറ്റി. കണ്ടിട്ടില്ലേ, ചെറിയ ട്യൂബിൽ ഫ്ലൂയിഡ് എങ്ങനെയായിരിക്കും, അതിൻ്റെ ഷേപ്പ് മുകളിൽ വരുമ്പോൾ അതൊരു ലെവലായിരിക്കില്ല, ഒരു കോൺകേവിറ്റി ആയിട്ടാണ്. അതാണ് ക്യാപ്പിലാരിറ്റി എന്ന് പറയുന്നത്. ഈ ആംഗിളാണ് അവിടെ തീറ്റ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അത് മേക്ക് ചെയ്യുന്ന, ഹൊറിസോണ്ടൽ മേക്ക് ചെയ്യുന്ന ആംഗിളാണ് തീറ്റ. അപ്പോൾ ഇവിടെ റൈസ് ഓർ ഫോൾ ഓഫ് ലിക്വിഡ് ഇൻ സ്മോൾ ഡയമീറ്റർ ട്യൂബ്സ് ഈസ് ഡ്യൂ ടു മോളിക്കുലർ അട്രാക്ഷൻ ഈസ് കോൾഡ് ക്യാപ്പിലാരിറ്റി. ഹൈറ്റ്, എന്താണ് ഹൈറ്റ് ഉദ്ദേശിക്കുന്നത്, എന്താണ് ഈ ബോട്ടം ലെവലിൽ നിന്ന് ഇത് പൊങ്ങി നിൽക്കുന്നത് വരെയുള്ള ഹൈറ്റാണ് H റെപ്രസെൻറ്റ് ചെയ്യുന്നത്. തീറ്റ ആംഗിളാണ്, ആംഗിൾ ഓഫ് കോണ്ടാക്ട് ഓഫ് ലിക്വിഡ് സർഫസ് ആൻഡ് ദ ഗ്ലാസ് ട്യൂബ്. അപ്പോൾ അത് ആ പോയിന്റ്സ് പഠിച്ചിട്ട് 2-3 പോയിന്റ്സ് ഇതുപോലെ എഴുതുക, എന്താണെന്ന് എഴുതിയിട്ട് അത് എക്സ്പ്ലെയിൻ ചെയ്യുക, ബ്രീഫായിട്ട് എക്സ്പ്ലെയിൻ ചെയ്താൽ മതി. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സ്റ്റേറ്റ് ബെർണോളിസ് തിയറം ആൻഡ് റൈറ്റ് 4 assumptions. ബെർണോളിസ് തിയറം എന്താണെന്ന് നേരത്തെ നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് ചെയ്തപ്പോഴും നമ്മൾ പഠിച്ചു. ബെർണോളിസ് തിയറത്തിൻ്റെ സ്റ്റേറ്റ്മെന്റ് എന്താണ്? സ്റ്റേറ്റ്സ് ദാറ്റ് ഇൻ an incompressible fluid when the flow is steady and continuous, then the sum of pressure energy, kinetic energy and potential energy is constant along a streamline. ഒരു സ്ട്രീം ലൈൻ ഫ്ലോയിൽ ഈ 3 എനർജിയും കോൺസ്റ്റന്റ് ആയിരിക്കും. അതിൻ്റെ സമ്മ് ഒരു കോൺസ്റ്റന്റ് ആയിരിക്കും എന്നുള്ളതാണ്. എങ്ങനെയുള്ള ഫ്ലോ ആയിരിക്കണം? ഇൻകംപ്രസിബിൾ ഫ്ലൂയിഡ് when the flow is steady and continuous flow ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ that is valid. Bernoulli's theorem applicable ആണ്. Okay, it states that in an incompressible fluid when the flow is steady and continuous, then the sum of the 3 energies, ഏതൊക്കെയാണ് 3 energy? Potential energy, pressure energy and kinetic energy is constant along a straight line. അത് എങ്ങനെ എഴുതാം? We can write it as P by W plus V squared over 2G plus Z is equal to constant, where P by W pressure energy, V squared over 2G kinetic energy and Z potential energy or datum energy. Okay, അപ്പോൾ അത്രയും എഴുതി കഴിഞ്ഞാൽ ഫസ്റ്റ് പാർട്ട് കഴിഞ്ഞു. പിന്നെ അതിൻ്റെ അസംഷൻസ് കൂടി എഴുതണം. എന്താണ് അസംഷൻസ്? ഇത് ഈ അപ്ലിക്കബിൾ ആവണമെങ്കിൽ എന്തെല്ലാം കാര്യങ്ങളുള്ള അസംഷൻസിലാണ് നമ്മളിത് ചെയ്യുന്നത്? ഫ്ലൂയിഡ് ഐഡിയൽ ആയിരിക്കണം. ദ ഫ്ലൂയിഡ് ഈസ് ഐഡിയൽ and the flow is steady, the flow is incompressible and the flow is irrotational. Rotation flow ആകാൻ പാടില്ല,
അത് സ്ട്രെയിറ്റ് ലൈൻ ഫ്ലോ ആയിരിക്കണം. ഓക്കെ, അപ്പോൾ ഈ 4 കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ തിയറം അപ്ലിക്കബിൾ ആവുന്നത്. അപ്പോൾ ഇതാണ് 4 അസംഷൻസ്. ഈ 4 അസംഷൻസ് കൂടി എഴുതി പഠിക്കാം. നമ്മൾ 4+3 7 മാർക്സ് ആണ് ക്വസ്റ്റ്യൻ ഉണ്ടാവുക. ഓക്കെ, നൗ ലാസ്റ്റ്ലി കം ടു ദി പാർട്ട് എ ക്വസ്റ്റ്യൻസ്. പാർട്ട് എയിൽ വരുന്ന 3 ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ്? നമ്പർ 1, flow of fluid in which velocity does not change both in magnitude and direction from point to point in the fluid is known as. ഇപ്പോൾ വെലോസിറ്റി ചേഞ്ച് ചെയ്യാതെ അല്ലേ, രണ്ടിലും മാഗ്നിറ്റ്യൂഡിലും ഡയറക്ഷനിലും ഒരു പോയിന്റ് മുതൽ മറ്റേ പോയിന്റ് വരെ അങ്ങനെയുള്ള ഫ്ലോയിന് എന്താ പറയുക? യൂണിഫോം ഫ്ലോ എന്നാണ് പറയുന്നത്. യൂണിഫോം ആയിട്ട് ഒഴുകുന്ന ഫ്ലോ, യൂണിഫോം ഫ്ലോ. ഓക്കെ, രണ്ടാമത്തത് ദ SI യൂണിറ്റ് ഓഫ് പ്രഷർ. എന്താണ് പ്രഷറിൻ്റെ SI യൂണിറ്റ്? എന്തിനാണ് പറയുക പ്രഷർ? എപ്പോഴും SI യൂണിറ്റ് ന്യൂട്ടൺ ആണ്. ന്യൂട്ടൺ, കിലോ ന്യൂട്ടൺ, മെഗാ ന്യൂട്ടൺ എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ ബേസിക് യൂണിറ്റ് ന്യൂട്ടൺ ആണ് SI യൂണിറ്റ്. ആൻഡ് ദ തേർഡ് വൺ, ഡാഷ് ഇസ് ദ ലൈൻ വിച്ച് ഗിവ്സ് ദ സം ഓഫ് പ്രഷർ ഹെഡ്, ഡാറ്റം ഹെഡ് ആൻഡ് കൈനറ്റിക് ഹെഡ് ഓഫ് എ ഫ്ലോയിങ് ഫ്ലൂയിഡ് ഇൻ എ പൈപ്പ് വിത്ത് റെസ്പെക്ട് ടു സം റെഫറൻസ് ലൈൻ. ഒരു റെഫറൻസ് ലൈൻ വെച്ചുകൊണ്ട് നമ്മൾ പല വ്യത്യസ്ത പോയിന്റുകളിലെ 3 എനർജിയും കൂടി ആഡ് ചെയ്തിട്ട് പോയിന്റ്സ് മാർക്ക് ചെയ്ത് വരയ്ക്കുന്ന ലൈൻ, അതാണ് ഉദ്ദേശിച്ചത്. ലൈൻ വിച്ച് ഗിവ്സ് സം ഓഫ് പ്രഷർ ഹെഡ്, കൈനറ്റിക് ആൻഡ് ഡാറ്റം ഹെഡ് അല്ലെ ഓഫ് എ ഫ്ലോയിങ് ഫ്ലൂയിഡ്. അതിന് പറയുന്ന പേരെന്താണ്? ടോട്ടൽ എനർജി ലൈൻ, TEL. നേരത്തെ നമ്മൾ പഠിച്ചത് ഹൈഡ്രോളിക് ഗ്രേഡിയന്റ് ലൈൻ ആയിരുന്നു, HGL. രണ്ട് തമ്മിലുള്ള വ്യത്യാസം അറിയണം. HGL is the line joining the pressure heads only at various points അല്ലേ. ഇത് TEL എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 എനർജി കൂടി ആഡ് ചെയ്യുന്നു, ടോട്ടൽ എനർജി ലൈൻ. ദ പ്രഷർ ഹെഡ്, കൈനറ്റിക് ഹെഡ് ആൻഡ് ഡാറ്റം ഓർ പൊട്ടൻഷ്യൽ ഹെഡ്. ആ ലൈൻ ജോയിൻ ചെയ്യുന്നതിനാണ് ടോട്ടൽ എനർജി ലൈൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ആൻസർ മാത്രം എഴുതാനുള്ളൂ, ഞാൻ ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തു മാത്രമേ ഉള്ളതിൽ. അപ്പോൾ ഇതാണ് ഇപ്പോൾ നമ്മുടെ 30 മാർക്സിൻ്റെ പാർട്ട് എ, പാർട്ട് ബി ആൻഡ് പാർട്ട് സി സെക്കൻഡ് ക്വസ്റ്റ്യൻ ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് നന്നായിട്ട് എഴുതി പഠിക്കുക. ഐ തിങ്ക് ഇറ്റ് ഈസ് ക്ലിയർ ടു ഓൾ ഓഫ് യു അല്ലേ. ഇനി എന്തെങ്കിലും ഡൗട്ട് ഇനിയും ഉണ്ടെങ്കിൽ നമ്മുടെ ഓൺലൈൻ നമ്മൾ ലാസ്റ്റ് എക്സാമിന് മുമ്പായിട്ട് ലൈവ് ക്ലാസ് വെക്കുമല്ലോ, അതിൽ നിങ്ങൾക്ക് ക്ലാരിഫൈ ചെയ്യാം. ഓക്കെ, താങ്ക് യു.